മധ്യ തിരുവിതാംകൂറിലെ പ്രസിദ്ധ ദേവീക്ഷേത്രമായ മലയാലപ്പുഴ ദേവീക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ ഭാഗമായി വെള്ളിപ്പരമ്പിൽ സമർപ്പണം നടത്തി. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ശ്രീകണ്ഠേശ്വരി മുഹൂർത്തികാവിന്റെ നേതൃത്വത്തിലാണ് സമർപ്പണ ആചാരം നടത്തിയത്. മുഹൂർത്തികാവ് മുഖ്യ പൂജാരി സാബു മോളുത്തറ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ശബരിമല കഴിഞ്ഞാൽ പത്തനംതിട്ട ജില്ലയിൽ ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ എത്തുന്ന ദേവീക്ഷേത്രങ്ങളിൽ ഒന്നാണ് പത്തനംതിട്ട മലയാലപ്പുഴ ക്ഷേത്രം. ഈ ക്ഷേത്രവുമായി അഭേദ്യമായ ബന്ധമാണ് മുഹൂർത്തികാവ് ക്ഷേത്രത്തിനുള്ളത്. ഈ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിൻ്റെ 6-ാം ദിവസം കഴിഞ്ഞ എത്രയോ നൂറ്റാണ്ടുകളായി ആചരിച്ചു പോകുന്ന വെള്ളിപ്പരമ്പിൽ പറ സമർപ്പണം കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു. നമ്മളിപ്പോൾ ഈ വെള്ളിപ്പരമ്പിലുള്ള ഈ പറ സമർപ്പണവും അതിൻ്റെ വിശേഷങ്ങളുമായി മുഹൂർത്തിക്കാവിലെ മുഖ്യ പൂജാരി സാബു മോളുത്തറ നമ്മളോട് ഇപ്പോൾ ചേരുന്നുണ്ട്. സാബു, എങ്ങനെയാണ് ഈ അമ്പലമായിട്ടുള്ള ഈ ഐതിഹ്യം, ഈ ചടങ്ങ്, ഈ ആചാരവും മറ്റു കാര്യങ്ങളും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട്? മലയാലപ്പുഴ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവനാളിൽ 6-ാം തിരുവുത്സവത്തിന് വെളുപ്പിനെ മലയാലപ്പുഴ ശ്രീകണ്ഠേശ്വരി മുഹൂർത്തിക്കാവിൽ നിന്നും അമ്മയ്ക്ക് സമർപ്പിക്കാനുള്ള വെള്ളിപ്പരമ്പുമായി മുഹൂർത്തിക്കാവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കുടുംബക്കാർ, ബന്ധുമിത്രാദികളും ദേശക്കാരുമെല്ലാം അമ്മയുടെ തിരുസന്നിധിയിലെത്തി രക്ഷസിൻ്റെ നടയുടെ മുമ്പിൽ ഈ വെള്ളിപ്പരമ്പ് സമർപ്പിച്ച് അതിൽ വിത്തും 1 കൊല്ലം ഞങ്ങളുടെ കുടുംബക്കാർ ഞങ്ങൾ കാത്തു സൂക്ഷിച്ച ആ പണവും, അമ്മയ്ക്ക് ഉത്സവത്തിനുള്ള പണം ആ വെള്ളിപ്പരമ്പിൽ സമർപ്പിച്ച് ഒരു വീതം അമ്മയുടെ ഉത്സവ ചെലവിനായിട്ട് അപ്പൂപ്പൻ നൽകുന്നു എന്നുള്ള ഒരു സങ്കല്പത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വെള്ളിപ്പരമ്പ് സമർപ്പിക്കൽ ചടങ്ങ് നടത്തുന്നത്. നമുക്കിവിടെ പത്തനംതിട്ടയിൽ ഇഷ്ടംപോലെ വ്യത്യസ്ത തരത്തിലുള്ള കാവുകളും ആചാരാനുഷ്ഠാനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെങ്കിൽ മുഹൂർത്തിക്കാവ് എന്തുകൊണ്ടാണ് അവിടുത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ വ്യത്യസ്തമാകുന്നത്? മുഹൂർത്തിക്കാവിലെ ആചാരങ്ങളും അനുഷ്ഠാനവും വ്യത്യസ്തമായി നിൽക്കുന്നത്, മുഹൂർത്തിക്കാവിലെ ആചാരാനുഷ്ഠാനങ്ങൾ, പൂജാവിധികളെല്ലാം തന്നെ കൗളാചാര പ്രകാരമുള്ള പൂജാവിധികളാണ്. ഭക്തജനങ്ങൾ അപ്പൂപ്പൻ്റെ തിരുമുമ്പിൽ അപ്പൂപ്പനെ തൊഴുതുവാനും അനുഗ്രഹം തേടിയെത്തുമ്പോഴേ അപ്പൂപ്പൻ ആചാരപ്രകാരം കൊടുക്കാൻ മദ്യം, മറ്റ് വകകൾ അപ്പൂപ്പന് കാഴ്ചയും നേർച്ചയുമായിട്ട് സമർപ്പിക്കാറുണ്ട്. അപ്പോൾ ഈ ഭക്തജനങ്ങളുടെ സങ്കടങ്ങൾ, അവരുടെ ആവശ്യങ്ങൾ, ആഗ്രഹങ്ങൾ, അഭിലാഷങ്ങളൊക്കെ അപ്പൂപ്പനോട് വിളിച്ചു ചൊല്ലി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാട്. അപ്പൂപ്പനെ അടുക്കാചാരം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക എന്നും അതിന് പറയാറുള്ളൂ, അപേക്ഷിച്ച് പറയാനും പറയാറുള്ളൂ. അപ്പോൾ അത് ഏറ്റവും ഭക്തജനങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമുള്ള ഒരു ചടങ്ങായിട്ട് ഇവിടെ നടത്തി വരുന്നു. എല്ലാ ദിവസവും തന്നെ ഈ ചടങ്ങുകൾ നടത്തുന്നുണ്ട്. എല്ലാം ദ്രാവിഡ ശൈലിയിലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമാണ്. അപ്പോൾ ഈ പൂജയ്ക്ക് ഉപയോഗിക്കുന്ന വസ്തുവകളൊക്കെ തന്നെ ഈ ദ്രാവിഡ രീതിയിലുള്ള ആചാരങ്ങളാണ് ഉപയോഗിക്കുന്നത്. എല്ലാ വർഷവും ഏതൊക്കെ സമയത്താണ് ഇവിടെ ഉത്സവങ്ങളെ മറ്റേ പത്തനംതിട്ടയിലേക്ക് ഇവിടെ തീർത്ഥാടകർ അല്ലെങ്കിൽ ഭക്തജനങ്ങൾ വരാനുള്ള വഴിയും എങ്ങനെയൊക്കെയാണ്? മലയാലപ്പുഴ ദേവീക്ഷേത്രത്തിൽ നിന്ന് 1 കിലോമീറ്റർ ഇല്ല വടക്ക് മാറിയാണ് മുഹൂർത്തിക്കാവ് സ്ഥിതി ചെയ്യുന്നത്. മലയാലപ്പുഴ ദേവീക്ഷേത്രത്തിനോടും ഒപ്പം തന്നെ ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ഒരു കാവ് ആണ് മുഹൂർത്തിക്കാവ്. അപ്പോൾ ഇവിടെ ഈ അപ്പൂപ്പൻ എന്ന് പറയുന്ന സങ്കല്പമാണ്. അപ്പൂപ്പൻ എന്ന് പറയുന്ന സങ്കല്പം മഹാദേവനാണ്. അപ്പൂപ്പൻ എന്ന് പറയുന്ന സങ്കല്പം. അപ്പോൾ മലയാലപ്പുഴ ദേവീക്ഷേത്രത്തിൽ 1 കിലോമീറ്റർ വടക്ക് മാറി സ്ഥിതി ചെയ്യുന്ന ഇവിടേക്ക് എത്തിച്ചേരാൻ, മലയാലപ്പുഴയിൽ എത്തിച്ചേരാൻ ഏറ്റവും എളുപ്പമുള്ള മാർഗമാണ്. എല്ലാ വർഷവും ഏത് മാസത്തിലാണ് ഇവിടുത്തെ? മകരത്തിലെ തിരുവാതിരയ്ക്കാണ് എല്ലാ വർഷവും അല്ല 3 വർഷം കൂടി ഇരിക്കുമ്പോഴാണ് കാവുകയറ്റ മഹോത്സവം നടത്തുന്നത്. അപ്പോൾ മകരത്തിലെ തിരുവാതിരയാണ് അപ്പൂപ്പൻ്റെ പിറന്നാൾ. ആ മകരത്തിലെ തിരുവാതിരയ്ക്ക് എല്ലാ 3 വർഷം കൂടുമ്പോഴാണ് അപ്പൂപ്പനെ കാവുകയറ്റ മഹോത്സവം നടത്തുന്നത്. അല്ലാത്ത വർഷങ്ങളിലൊക്കെ മകര തിരുവാതിര മഹോത്സവമായിട്ട് കൊണ്ടാടുന്നത്. പിന്നെ അതുപോലെ തന്നെ ഓണത്തിന് വിശേഷ പൂജകളുണ്ട്, മഹാശിവരാത്രിക്ക് വിശേഷ പൂജ, വിഷുവിനുമൊക്കെ എല്ലാ വിശേഷ പൂജകൾ നടത്താറുണ്ട്. ഇതിൻ്റെ ഭരണമൊക്കെ എങ്ങനെ? ട്രസ്റ്റിനാണോ? മോളുത്തറ പെരുമ്പ്ര കുടുംബം എന്ന് പറയുന്ന 2 കുടുംബക്കാരുടെ കുടുംബാംഗങ്ങൾ, അവരുടെ ആൺ സന്തതികൾ ആണ് ഇവിടുത്തെ ട്രസ്റ്റിലുള്ളത്. ഒരു കുടുംബ ട്രസ്റ്റാണ്. ആ കുടുംബ ട്രസ്റ്റ് ശ്രീകണ്ഠേശ്വരി മുഹൂർത്തിക്കാവ് ട്രസ്റ്റ്. ആ ട്രസ്റ്റാണ് ഈ മുഹൂർത്തിക്കാവിൻ്റെ ഭരണം കൈകാര്യം ചെയ്യുന്നത്, അതിൻ്റെ ഭരണ നിർവഹണം നടത്തുന്നത്. മലയാലപ്പുഴ ദേവീക്ഷേത്രവുമായി വർഷങ്ങളോളം, അത് നൂറ്റാണ്ടുകളോളം ബന്ധപ്പെട്ട് കിടക്കുന്ന ശ്രീകണ്ഠേശ്വരി മുഹൂർത്തിക്കാവിലാണ് കഴിഞ്ഞ ദിവസം ആചാരത്തനിമ നിലനിർത്തിക്കൊണ്ട് വെള്ളിപ്പരമ്പിൽ ഈ പറ സമർപ്പണം നടത്തിയത്. കേരള വിഷൻ ന്യൂസിനു വേണ്ടി ക്യാമറ പേഴ്സൺ പ്രദീപ് അങ്ങാടിക്കലിനൊപ്പം പ്രസാദം ജെ, പത്തനംതിട്ട.